ഇപ്പോൾ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ആളുകൾ ധൈര്യപ്പെടുന്നൊരു രാഷ്ട്രീയ കാലാവസ്ഥ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം അതുണ്ടായിരുന്നില്ല. അപ്പോൾ മോദിയെ ആരെങ്കിലും വിമർശിക്കുമോ? മോദി ചെയ്യുന്നൊരു കാര്യത്തെ മോദിയുടെ പാർട്ടിയിലോ മോദിയുടെ മുന്നണിയിലോ ആരെങ്കിലും വിമർശിക്കുമോ എന്ന് വെച്ചാൽ ഇനിയും വിമർശിക്കും. പാർലമെൻറ്റിൽ മോദിക്കെതിരെ ശബ്ദിച്ചാൽ അവരെ, മോദിക്കെതിരെ എന്നല്ല അദാനിക്കെതിരെ പോലും സംശയിച്ചാൽ അവരുടെ അംഗത്വം റദ്ദാക്കുകയും പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന കാലം കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ രാജ്യത്ത് മൊത്തം ഒരു പൊളിറ്റിക്കൽ മാഹോൽ മാറുമ്പോൾ സംസ്ഥാനത്തും മാറും. ആ സംസ്ഥാനത്ത് മാറാനുള്ളൊരു കാരണം ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. മോദിക്കെതിരായിട്ടുള്ള ഭയം ആളുകളിൽ കുറഞ്ഞു തുടങ്ങുന്നു. ഭയം കുറഞ്ഞു തുടങ്ങുന്ന കാരണം നിങ്ങൾ ചുമ്മാ വെറുതെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുക. മോദിയെ വിമർശിക്കുന്ന സറ്റയർ വീഡിയോകളുടെ ഒരു ആധിക്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കുനാൽ കംറ ആവട്ടെ, ശ്യാം രംഗീല ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പേരുള്ള ഒരുപാട് പേർ, അത്തരം വീഡിയോകളുടെ എണ്ണം കൂടി വരികയാണ്. അത് കങ്കണയ്ക്ക് നന്നായി പറയാൻ പറ്റുമോ? അത് എങ്ങനെ കങ്കണയ്ക്ക്? അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം വിമർശനപരമായ ആളുകൾ സമീപിക്കുന്നു. അതുപോലെ സമരങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ നീറ്റ് തട്ടിപ്പ് നടന്നു, രാജ്യത്ത് സമരങ്ങൾ വളർന്നു വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെപ്ലിക്ക നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പിണറായി വിജയനെതിരെ സംസാരിക്കാം എന്നൊരു തോന്നൽ അവരുടെ പാർട്ടിക്കകത്തുണ്ടാകുന്നു. അതുവരെ പുറത്തുനിന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിണറായി വിജയനെതിരെ, പ്രതിപക്ഷ പാർട്ടികളും അല്ലാത്ത ആളുകളൊക്കെ വിമർശിക്കുന്നുണ്ട്. സിവിൽ സൊസൈറ്റി ഇല്ല കേട്ടോ, സിവിൽ സൊസൈറ്റി അങ്ങനെ വിമർശനം നടത്തുന്നില്ല, അങ്ങനെ ഒരു സിവിൽ സൊസൈറ്റി ഇല്ല. പക്ഷെ അവരുടെ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി ചെയ്ത് ശരിയല്ല എന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന അവരുടെ മുന്നണിക്കകത്ത് അത്തരം പാർട്ടികളുണ്ടാകുന്നു, നേതാക്കളുണ്ടാകുന്നു എന്നുള്ളത് ആശാസ്യമായ ജനാധിപത്യത്തിന് നല്ലൊരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ, ഇപ്പോൾ പാർട്ടി കീഴ് കമ്മിറ്റികളിൽ, ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതുപോലെ ഇ.പി. ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചതിനെക്കുറിച്ച്, ആ ആരോപണം ശരിവയ്ക്കുകയല്ല എന്ന്, അതേക്കുറിച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് CPM-ൻ്റെ തന്നെ കീഴ്ഘടകങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നു എന്നുള്ളത് നല്ല ലക്ഷണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പൊതുവെ വരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റം കേരള കോൺഗ്രസ് എമ്മിലും ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തോമസ് ചാഴികാടൻ പറയുന്നു CPM-ൻ്റെ വോട്ടുകൾ ഒഴുകിപ്പോയി എന്ന് പറയുന്നതോടൊപ്പം തന്നെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് തോമസ് ചാഴികാടനെ വേദിയിലിരുത്തി അപമാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു മണ്ഡലത്തിലൊരു വിഷയം പറയുമ്പോൾ ഇത് പരാതി പറയാനുള്ള ഇടമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആ വേദിയിലിരുത്തി ശാസിക്കും. ഒരു MP ആണെന്ന് ഓർക്കണം, ഒരു MP യെ വേദിയിലിരുത്തി ശാസിക്കുക. അദ്ദേഹത്തിൻ്റെ പാർട്ടി പിണറായി വിജയൻ്റെ പാർട്ടിയിലെ MP അല്ല, ഒരു ഘടകകക്ഷിയിലെ MP-യോട് MP ആണ്. ഇനിയിപ്പോൾ MLA ആണെങ്കിലും ഓക്കെ, മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞത് ഇത് MP ആണ്. ലോക്സഭ പിണറായി വിജയൻ്റെ പദവിയിൽ വരുന്ന ഒരാളെ അല്ല, MP ആണ്. അയാൾക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നു. യെസ്. അപ്പോൾ അത് ആ വേദിയിലിരുത്തി വോട്ടർമാരുടെയും ജനങ്ങളുടെ മുമ്പിലിരുത്തി ഇങ്ങനെ വിമർശിക്കുക എന്നുള്ളത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തുറന്ന് പറയാൻ തോമസ് ചാഴികാടന് ധൈര്യം വരുന്നവിടെന്നാണ് ഈ പറയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ മാറി വരുന്നതിൻ്റെയാണ്. അത് വളരെ നല്ലതാണ്. കാരണം അത്തരം ഏകാധിപത്യ പ്രവണതയുള്ള നേതാക്കളോ ഭരണാധികാരികളോ ഒരിക്കലും ജനാധിപത്യത്തിന് അനുഗുണമല്ല. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, അത്തരത്തിൽ ഏകാധിപത്യ സ്വഭാവമുള്ള നേതാക്കന്മാർ, ഒരു പരിധിവരെ എന്താണ് പറയുക, ധൈര്യമുള്ള, തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ള, കരുത്തരായ നേതാക്കളെ പിന്തുണയ്ക്കുന്ന ആളുകളാണ്. പക്ഷേ എങ്കിൽ പോലും ധാർഷ്ട്യവും അഹങ്കാരവുമുള്ള ഏകാധിപതികളെ ഒരു ജനങ്ങളും, പ്രത്യേകിച്ച് മലയാളികൾ, ഒട്ടും സഹിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥ മാറി വരുന്നതുകൊണ്ടാണ് അവരുടെ മുന്നണിക്കുള്ളിൽ നിന്ന് ഇങ്ങനെ വിമർശനം വരുന്നത്. പക്ഷെ അതുകൊണ്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റിക്കളയും, മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ച് വേറെ ആളെ ഇരുത്തും, അങ്ങനെയൊന്നും വിചാരിക്കുകയേ വേണ്ട. ഇപ്പോഴും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എഴുന്നേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നമ്മളിങ്ങനെ ചെയ്താൽ ശരിയല്ല, നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല എന്ന് പറയാൻ കഴിവുള്ളവരാരും അവിടെ ഇല്ല, ഉത്തമന്മാരില്ല. ആ ഉത്തമന്മാർക്ക് ഭയന്നിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും എന്തിനും പറയുന്നുണ്ട് കീഴ്ഘടകങ്ങളിലാണ് പറയുന്നത്, അത് പിണറായി ഇരിക്കാത്ത വേദികളിലാണ് പറയുന്നത്. ഇനിയും അങ്ങനെ മുഖ്യമന്ത്രി നാളെ പോലങ്ങൾ ശൈലി മാറ്റിക്കളയും, ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് മാറ്റാൻ കഴിയില്ല. അത് തിരുത്താനുള്ള കഴിവ് ആ പാർട്ടിക്ക്, അതിനുള്ള ശക്തി ആ പാർട്ടിക്കും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം വിമത ശബ്ദങ്ങൾ വരുന്നത് പൊതുവേ നല്ലതാണ്.